ഒരു വണ്ടീനെ ചെതലരിപ്പിക്കാൻ വേണ്ടി മാത്രം തൃശ്ശൂർ പോലീസുകാർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. ആ വണ്ടീനെ ആശ്രയിച്ചിരിക്കുന്ന യാത്രക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ, അതോ ചിലരെ സംരക്ഷിക്കാനും മറ്റു ചിലരെ കുടുക്കാനുമുള്ളതാണോ? കണ്ടില്ലേ, നമ്മുടെ പിടിച്ചിട്ട വാഹനമാണ് ഇവിടെ കിടക്കുന്നത്. പോലീസുകാർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വാഹനത്തിൽ നിന്ന് എന്ത് പോയാലും അവർക്ക് അതിനകത്തൊരു ഉത്തരവാദിത്തമില്ല പോലും. നമ്മുടെ ഏതെങ്കിലും അറിയുന്ന ഏതെങ്കിലും ഗ്രൗണ്ടിലോ മറ്റു സ്ഥലങ്ങളിലോ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് പറ്റില്ല. തൃശ്ശൂർ ജില്ലയിലെ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന അനന്തപുരി ബസ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് തികഞ്ഞ അനീതിയാണ്. കഴിഞ്ഞ ഏപ്രിൽ 7-നായിരുന്നു ആ സംഭവം. തൃശ്ശൂർ മുതൽ പൂമല മെഡിക്കൽ കോളേജ് വരെ സർവീസ് നടത്തുന്ന അനന്തപുരി ബസ്സിൽ ഒരു 2 വീലർ വന്നിടിക്കുന്നു. മദ്യപിച്ച ഇൻഷുറൻസ് പോലും ഇല്ലാതെയാണ് ആ വ്യക്തി വാഹനം ഓടിച്ചിരുന്നത്. നിയമം അനുസരിക്കുന്ന പൗരന്മാരെന്ന നിലയിൽ ബസ് ജീവനക്കാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നത് വിചിത്രമായ കാര്യങ്ങളാണ്. മദ്യപിച്ച് ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച ആൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് ചെയ്തത് എന്താണ്? എല്ലാ നിയമങ്ങളും പാലിച്ച് ഓടിക്കൊണ്ടിരുന്ന ബസ്സിനെതിരെ കേസെടുത്തു. ബസ് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുമാക്കി. നിയമലംഘകനെ സംരക്ഷിക്കുന്ന ഈ നടപടി ആർക്ക് വേണ്ടി? ബോർഡ് നോക്കിയാൽ കാണാം, അത്താണി കുമ്മല ചൂട്ടുപാറ പറമ്പായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം യാത്രക്കാർ മാത്രം ഈ വണ്ടിക്കകത്തുള്ള ഒരുപാട് പേരുണ്ട്. ഈ യാത്രക്കാർക്ക് ഇപ്പോൾ പോകാനായിട്ട് ആ വഴിക്ക് വാഹനമില്ല. കടപ്പറമ്പ് എന്ന് പറഞ്ഞ വഴിക്ക് പോകാനായിട്ട് വാഹനം നിലവിലില്ല. അവിടുത്തെ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് അതൊന്നും നമുക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഈ വാഹനം ഒരു മാസ്റ്റീരിയോ എന്നുള്ളൊരു സ്കൂട്ടി ആയിട്ടാണ് തട്ടിയിരിക്കുന്നത്. ഒരു വയസ്സായിട്ടുള്ള ഒരാളാണ്. നമ്മുടെ സ്റ്റാഫ് പറഞ്ഞനുസരിച്ചിട്ട് അയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളാണ് ഫസ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ അവർ കേസില്ല എന്ന് പറഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഇവിടെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് പോയിട്ട് പിന്നെ അതിന് ശേഷം ഒരു 1 മണി 2 മണിയുടെ ഇടയിൽ പിന്നെ സ്റ്റേഷനിൽ നിന്നാണ് അവർ പോയി പരാതി കൊടുത്തിട്ട് നമ്മളെ വിളിക്കണത്. നിലവിൽ നമ്മളാ വാഹനം ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അത് ഞാൻ പരിവാഹനിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ഒരു വശത്ത് ഉദ്യോഗസ്ഥരുടെ തന്നിഷ്ടം, മറുവശത്ത് ജനങ്ങളുടെ കണ്ണീർ. ഈ റൂട്ടിൽ യാത്ര ചെയ്തിരുന്ന സാധാരണക്കാരും വിദ്യാർത്ഥികളും രോഗികളും ഇപ്പോൾ പെരുവഴിയിലാണ്. ഈ വണ്ടിനെ അപേക്ഷിച്ച് എത്ര യാത്രക്കാർ ഇവിടെ നമ്മളെ ഓരോ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുക, വണ്ടി എന്നിറങ്ങും ചോദിച്ചിട്ട്. ഈ വണ്ടി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഈ പോലീസുകാർക്കും മറ്റാർക്കല്ലല്ലോ. അപ്പോൾ ആ വാഹനം തന്നെ ഒരു ഇനോയിലും പോയിട്ട് തട്ടിയിട്ടുണ്ട്. ആ വാഹനത്തിനും നിലവിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഷുറൻസോ മറ്റ് എന്തൊക്കെയോ കുറവുകൾ ആ വണ്ടിക്കുണ്ട്. അപ്പോൾ നമ്മളിത് ആ ഓൺ ദ സ്പോട്ടിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെതായിട്ടുള്ള പേപ്പറും കാര്യങ്ങളും കറക്റ്റാണ്, എല്ലാ കാര്യങ്ങളും നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നേക്ക് 7-ാം തീയതി കൊണ്ടിട്ട് വണ്ടി ഇന്ന് 13-ാം തീയതി ആയി. ഇനി ഈ വാഹനം ഇവിടെ കിടന്നതിൻ്റെ ബാറ്ററിയും മറ്റ് ഡൗണും കാര്യങ്ങളായി ടയറും മറ്റുള്ളതെല്ലാം നശിച്ചു പോകാന്നല്ലാതെ ഈ വാഹനത്തിന് വേറെ ഇനി എന്താണ് ഈ വാഹനത്തിൻ്റെ അവസ്ഥ? എന്തിനേറെ പറയുന്നു, കേസിന്റെ FIR വിവരങ്ങൾ പോലും നൽകാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. ഇതൊരു വാഹന അപകടം മാത്രമല്ല, നീതി നിഷേധത്തിന്റെ കഥ കൂടിയാണ്. നിയമപാലകരുണ്ടെങ്കിൽ നിയമം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനും മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വാഹനത്തിൻ്റെയും നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റേഷനിൽ വരുന്നു തോന്നുന്നു. ഇതിനെക്കുറിച്ചിട്ട് റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അതൊന്നും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ DYSPക്ക് പോയിട്ട് നമ്മളൊരു പരാതി കൊടുത്തിരിക്കുന്നത്. നിലവിൽ ഈ വാഹനത്തിൻ്റെ ഓണറായ ശ്രീ അനൂപ് ചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നിയമ പോരാട്ടങ്ങൾ ഒരുപാടുണ്ട്. ഇദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് അനവധി ബസ്സുകൾ ഓടുന്നുണ്ട്, സർവീസുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ എന്താ പറയുക MVDയും RTO ഒക്കെ ആയിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുഖേനയാണോ ഇതിന് മുന്നേ നമ്മളിവിടെ ഒരു ട്രാഫിക്കിലും ഒരു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2-3 സാറുമാർക്കെതിരെ നമ്മളും പരാതി കൊടുത്തിരുന്നു അനാവശ്യമായിട്ട് വാഹനം പിടിച്ചതിൻ്റെ ഒക്കെ പേരിൽ. പിന്നെ അവരുടെ എന്തെങ്കിലും കളികളാണോ എന്താണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്കൊന്നും അറിയുന്നില്ല. അതോ ഇനി മറ്റ് ബസ് ഓണേഴ്സിൻ്റെ നമ്മുടെ ഈ വാഹനം പലരും വിലയ്ക്ക് നോക്കാനും വാങ്ങിക്കാനൊക്കെ വേണ്ടി ഒരുപാട് നോക്കിയിരുന്നു. അപ്പം ഇനി മറ്റ് ബസ് ഓണേഴ്സിൻ്റെ ഏതെങ്കിലും ഓണേഴ്സുകൾ ചേർന്നിട്ട് സ്റ്റേഷനിലെ പോലീസുകാരായിട്ട് കളിക്കുകയാണോ എന്താണോ എന്ന് പോലും നമുക്ക് ഇതിൻ്റെ കറക്റ്റ് നമുക്കറിയില്ല. അപ്പം നിലവിലിപ്പോൾ വാഹനത്തിൻ്റെ അവസ്ഥ ഇതാണ്. വാഹനം അന്ന് 7-ാം തീയതി പിടിച്ചിട്ട വണ്ടിയാണെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും ഈ വ്യക്തികൾ നമുക്ക് താക്കോല് വരെ തന്നിട്ടില്ല. മദ്യപിച്ചവനും ഇൻഷുറൻസ് ഇല്ലാത്തവനും ഇവിടെ നിയമത്തിന് മുകളിലാണോ? തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ ഈ നടപടി തിരുത്തപ്പെടണം. പൊതുജനത്തിന് നീതിയും ലഭിക്കണം. വിസ്മയ ന്യൂസ് ബ്യൂറോ.
തൃശൂർ.